ഇവിടെ ഹീറോന്റെ ഹസ്ബൻഡ് അവൾക്ക് അറിയാതെ വേറെ പെണ്ണിട്ട് അഫയർ വെച്ചത് മാത്രമല്ല അതേ നാട്ടിൽ നിന്ന് വന്ന് ഇവളുടെ ഫ്രണ്ടിൽ തന്നെ സെഡ്യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഹീറോനാണെങ്കിൽ ആ ദേഷ്യത്തിൽ ഹസ്ബൻഡിനെ വെട്ടിക്കൊല്ലുകയാണ്. പക്ഷെ ആ സമയമായിരിക്കും വെളിയിൽ സെക്യൂരിറ്റി വന്ന് ഇവർ വിളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഹീറോനെ കല്ലിനെ ചോരയിൽ വേഗം കഴിയും. എന്നിട്ടൊന്നും നടക്കാത്ത രീതിയിൽ ഇപ്പോൾ ഡോർ തുറന്നാൽ അയാളാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡിന്റെ കാർ വഴിയിൽ നിന്ന് മാറ്റിയിടാൻ പറയും. സോ ഹീറോയിന് പോയിട്ട് ആ കാർ മാറ്റിയിടാൻ എന്റെ ഹസ്ബൻഡിന്റെ ബോഡി ആണെങ്കിൽ ഫ്രിഡ്ജിലും കയറ്റും. എന്നിട്ട് ഹീറോന്റെ ഫ്രണ്ടിന് ജ്യൂസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ അവളാണെങ്കിൽ പേടിച്ചിട്ട് പോലീസ് പോയി കാര്യം പറയാന്ന് പറയാണ്. അതിന് ഹീറോയിനാണെങ്കിൽ നമ്മളിപ്പോ പോലീസിൽ പോയി നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പോലും നിൽക്കില്ല. അവരെ ഓരോ ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നമ്മളെ പിടിച്ച് അകത്തിടും. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയും. അങ്ങനെ സമയങ്ങൾ പോകുന്തോറും ഹീറോന്റെ ഹസ്ബൻഡ് അഫയർ ഉണ്ടായിരുന്ന ഓരോ പെണ്ണുങ്ങളായിട്ട് വന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴായിരിക്കും ഹീറോയിന് അവൻ എത്ര വലിയ ഫ്രോഡ് ആണെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ അവരോടെല്ലാം ഹസ്ബൻഡ് ഓഫീസറിനായിട്ട് ബാംഗ്ലൂർ പോയി പറയാണ്. എന്നിട്ട് അടുത്ത ദിവസം ഹീറോന്റെ ഫ്രണ്ടിന് ഇന്റർവ്യൂവിന് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ ഉടനെ അവൾ വീട്ടിലേക്കും പറഞ്ഞേക്കും. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നാൽ വീണ്ടും ഒരു പെണ്ണൊന്ന് ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അവളുടെ ബോഡിയിൽ നിന്നാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡ് ഷർട്ടിലുണ്ടായിരുന്ന ആ സെയിം പെർഫ്യൂം സ്മെല്ല് വരുന്നുണ്ടാവും. സോ ഇവളാണ് അവൻ മെയിൻറ്റെയിൻ ചെയ്ത മെയിനായി അഫയർ എന്ന് ഹീറോ മനസ്സിലാക്കും. ഹീറോന്റെ ഹസ്ബൻഡ് ഇൻഷുറൻസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡിനെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടി കാണുന്നത് പറയാണ്. പക്ഷെ അവളോടും ഹസ്ബൻഡ് ബാംഗ്ലൂർ പോയി എന്നോട് പറയും. പക്ഷെ ഇവളാണെങ്കിൽ നേരെ ഇവന്റെ ഫ്രണ്ടിനെ കൊണ്ടുപോയി ചോദിക്കുകയാണ്. പക്ഷെ അവനൊന്നും അറിയുന്നുണ്ടാവില്ല. ആക്ച്വലി ഇവളുടെ കൂടിയായിരിക്കും ഹീറോന്റെ ഹസ്ബൻഡ് ഓഫീസ് വർക്കാണ് വന്ന് ഗോവയ്ക്ക് പോകാൻ പ്ലാനിറ്റ് ഉണ്ടാവുക. പക്ഷെ അതിനുള്ളിൽ ഹീറോയിന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ കൊന്നുകളയാണ്. എന്നാൽ ഇതറിയാത്ത ഇവളാണെങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അടുത്ത പാട്ട് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.